നമസ്കാരം. ഇന്നത്തെ വിഷയം രേണുസുതി തന്നെയാണ്. അപ്പം ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചില ആണും പെണ്ണും കെട്ട നാറുകൾ, ചില പാഴ്ജന്മങ്ങളുണ്ട്. അവരുടെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. രേണുസുതിയുടെ പേര് പറഞ്ഞിട്ട് രേണുസുതിയുടെ പേരിൽ ഫണ്ട് പിരിവ് നടത്തുക. എന്നിട്ട് ആ ഫണ്ടൊന്നും ചിലപ്പോൾ രേണുസുതിക്ക് കിട്ടത്തില്ല കേട്ടോ. അതൊക്കെ ഇവൻ കൊണ്ടുപോയി നക്കുകയെന്ന് തോന്നും. അങ്ങനത്തെ ചില പരനാറികളുണ്ട്. അങ്ങനത്തെ ഒരു പരനാറിയുടെ പേരാണ്. അവൻ്റെ പേര് എനിക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ട, അപ്പോൾ എനിക്ക് അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എടുത്തതാണ്. അപ്പോൾ അവൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ അവൻ വക്കറ്റ് പിരിവ് നടത്തുകയാണ് രേണുസുതിയുടെ അസുഖത്തിൻ്റെ പേര് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെയുള്ള ചില പരനാറുകൾ, പല ചറ്റകളുണ്ട്. ഇപ്പം മിനിഞ്ഞാന്ന് വരുന്ന രേണുസുതിൻ്റെ ഒക്കെ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട ചില നാറുകളുണ്ട്. അവനെ അതിൽ കിട്ടി, പക്ഷേ അവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവനെ പിടികിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ അവനെ എല്ലാവരും അറിഞ്ഞു. ആരും അറിയത്തില്ലെന്ന് കരുതി അവൻ്റെ ഫേസ്ബുക്കിലിട്ടാണ്. ഫേസ്ബുക്കിലിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എവിടെയും കിട്ടുന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറ്റ, അവൻ്റെ പേര് അവൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്. അവൻ്റെ പേരെന്താ, സിബി ചിരിക്കുടുക്ക. ഇന്നിപ്പോൾ വേറൊരു നാറി, ഇവൻ്റെ പേര് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് പറയാനായിട്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കാണുന്ന യൂട്യൂബർ അല്ല, അത് യൂട്യൂബറാണ്, അയാളല്ല, അയാളുടെ വീഡിയോ ആണത്. അപ്പോൾ ഞാനത് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ അയാളുടെ ഭാഗം നമുക്ക് കിട്ടി, അതിന് ഞാൻ ലേശം എടുത്തതാണ്. അപ്പം ഇത് വ്യക്തമായിട്ടൊന്ന് പറയാനായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത്. രേണുസുതിയുടെ പേരിൽ പണപ്പിരിവ് നടത്തുന്ന ചില ആളുകളുണ്ട്, ഫണ്ട് പിരിവ്. കാരണം ഇവരൊക്കെ കഫം തിന്നുന്നതിൽ നല്ലത് റോട്ടിൽ കിട്ട് നടന്നിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിടിച്ചു പറിക്കാനോ കക്കാനോ പോയിക്കൂടെ. ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ നിൽക്കണം. ഈ പൈസ എന്നിട്ട് രേണുസുതി അറിയാതെ കേട്ടോ ഇത് നടത്തുന്നത് കേട്ടോ. അപ്പോൾ രേണുസുതി അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, നമുക്ക് കാണാം. ചെയ്താൽ മതി, അവൾ എന്നെ അറിയിച്ചോളും. നിങ്ങൾ ഒന്നെങ്കിൽ നേരിട്ട് എന്റെ നമ്പറുള്ളവർ നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കരീഷ്മ വഴി കോൺടാക്ട് ചെയ്യുക, എന്നെ അവൾ അറിയിച്ചോളും കേട്ടോ. അല്ല, ഞാൻ ഒരിക്കലും ഒരു പിരിവിന്റെ കാര്യമോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും എന്നെ പറ്റി പിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അത് എന്റെ ഉത്തരവാദിത്വം അല്ല. ഞാൻ ഒരിക്കലും ഒരു പിരിവ് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്നെ വന്ന് കാണുകയും എനിക്ക് അത്രയും സന്തോഷം. അല്ലാത്ത ആൾക്കാർ, എന്നെ അറിയാത്തവർ, കരീഷ്മ എന്റെ മാനേജർ, അവൾക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം. എന്റെ മാനേജറായ കരീഷ്മയുടെ നമ്പർ, ഈ ഒഫീഷ്യലായിട്ടുള്ള നമ്പർ എന്റെ പേജിന്റെ മുകളിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ അവളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, എന്റെ അസുഖം ബ്രസ്റ്റിൽ മാത്രമല്ല, കഴല, കഷം, ഹാർട്ട്, മസിൽ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. സോ അതിനുള്ള ചികിത്സയൊക്കെ നല്ല പൈസയാകും. അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കിടപ്പുണ്ട്, ഞാനൊന്നും ഇടുന്നില്ല. എല്ലാവർക്കും അറിയാലോ, എന്റെ അവസ്ഥ അറിയാലോ. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനലുമായിട്ട് എന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും തരുന്നത് തന്നെ എനിക്ക് ആ ഒരു പൈസയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. കാരണം എനിക്ക് ഇപ്പൊ ജോലി ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പൈസ ഉണ്ടെങ്കിലേ എനിക്ക് തുടർ ചികിത്സകളൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. നല്ല പൈസ ആവും, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതട്ടോ നമുക്കത് തികയോന്ന് അറിയില്ല, ഉറക്കം വരുത്. അപ്പൊ ഒരുപാട് സ്നേഹമുള്ള ആളുകൾ എന്നെ കാണാൻ വന്നു. എനിക്കതിൽ ഒരു ദൂരെ നിന്ന് രേണു ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്നെ ഒന്ന് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതെന്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അതെ, രേണു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമുക്കൊരു അസുഖം വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടില്ല ആ വീഡിയോ, അതാണ് സംഭവം. അവരറിഞ്ഞിട്ടില്ല, അവരുടെ പേരിൽ നിന്നിട്ട് ആരോ പണപ്പിരിവ് നടത്തുവാണ്. അപ്പോൾ ആ വിഷയം സംസാരിക്കുകയാണ്. അവരറിയാതെ, അവർ മനസ്സാ വാചാ കർമ്മണ അറിയാത്തൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചില ആളുകൾ ഇത് പിരിക്കാനായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരും പിരിക്കരുതെന്നുള്ള രീതിയിലാണ് രേണുസുതി പറയുന്നത്. രേണുസുതി ഒരാളോട് ഇതുവരെ ഈ കാശിൻ്റെ കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, അവർ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ തുടങ്ങുന്നില്ല. ആ യൂട്യൂബ് ചാനലിൽ കൂടി അവരെന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തിട്ട് ഇതേപോലെ ഈ അസുഖപരമായിട്ടുള്ള വീഡിയോ ഇങ്ങനെ ആളുകളുടെ മുന്നിൽ വന്നിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതുവഴിയുള്ള വരുമാനം അവരുണ്ടാക്കുന്നുണ്ട്. പിന്നെ ആരോ ഒരുപാട് ഇവരെ ഈ രേണുസുതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെ അവരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും കോൺടാക്ട് ചെയ്യുകയും ചെയ്തിട്ട് ആളുകളുണ്ട്, സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അവരാവശ്യപ്പെട്ടില്ല, അങ്ങോട്ട് സഹായിക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കുന്നതല്ലാതെ രേണുസുതിയായിട്ട് ഒരു വീഡിയോ അതായത് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ചില ആളുകൾ ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, ഈ സിബി ചിരിക്കുടുക്കയെ പോലുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെ ഈ ആദരാഞ്ജലികൾ എന്നുള്ള പോസ്റ്റൊക്കെ ഇട്ടിട്ട് അവരെ കളിയാക്കുന്നത്. അപ്പോൾ അവർക്കൊരു പ്രാർത്ഥനയുള്ള, അവർക്ക് കീമോയ്ക്ക് പോകുന്നതിന് മുന്നേ അവർ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയും കൂടി കാണിച്ചു തരാം. അതിൽ അവർ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ മോൻ ഇതൃപ്പൻ, അവൻ ഋതുപ്പൻ, അവൻ കൊച്ചാണ്. അപ്പോൾ അവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും അവന് വേണ്ടി പ്രാർത്ഥിക്കുക. വളരെ വിഷമം നിറഞ്ഞു പോവുക കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് രേണുസുതിയോട് പറയാനുള്ളത്, രേണുസുതി മോളെ, നീ നല്ല പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരും. ആരോഗ്യവതിയായിട്ട് നീ തിരിച്ചു വരണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. പല ആളുകളും പല രീതിയിലും നിങ്ങളെ വിമർശിച്ചിട്ടുണ്ടാവും.
അപ്പോൾ രേണുസുധീനെ ഞാൻ മോളെന്ന് വിളിക്കാൻ കാരണം എന്നെക്കാളിലും ഒരുപാട് വയസ്സ്, ഒരു 10-12 വയസ്സ് രേണുസുധി എളുപ്പമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. ഇനി അവരെ കുത്തി നോവിക്കരുതെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഞാൻ നിങ്ങൾ രേണുസുധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മോളെ നീ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരുകയും വേണം. പഴയ പോലെ തന്നെ നീ ഓടിച്ചാടി നടക്കണം. അത്രേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ കമൻറ്റ് പറയുന്നവർ, നെഗറ്റീവ് പറയുന്നവർ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നലെ ഒരു സോമരാജ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ലീല സോമരാജ്, നിങ്ങൾ അവരെ പറ്റി കുത്തി നോവിച്ചല്ലേ, കാരണം നിന്നതിലേക്ക് പറഞ്ഞു. അതിന് തിരിച്ച് അവരുടെ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് അവർക്ക് തിരിച്ച് ഞാൻ നല്ലൊരു മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഇതുപോലുള്ള ചില പരട്ടകൾ, ഇവൻ്റെ ശരിക്കും വ്യക്തമായിട്ടൊരു രൂപം കിട്ടി, ഇവൻ്റെ ഒരു ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ, അത് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇതാരാണെന്നോ എവിടുത്തുകാരനാണെന്നോ ഒന്നും അറിയത്തില്ല. കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി, എന്നാൽ ബൈ, നിർത്തുന്നു. ഓക്കെ. രേണുസുധിയാണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ റിക്കവറാകാൻ പ്രാർത്ഥിക്കണം. എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ ഋതപ്പനെ ഓർത്തിട്ടാണ്, കുഞ്ഞാണ്, അവനെ ഓർത്തിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോഴും എന്നെ ഞാൻ ചത്തുപോകട്ടെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അതിലുപരി എന്നെ ഇഷ്ടം പോലെ ആൾക്കാർ സ്നേഹിക്കുന്ന ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും പ്രാർത്ഥന ചോദിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും.